ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര പാലയ മാം ശങ്കര ഗുരുവേ ശരണം ശരണം മംഗളദായക ശരണം ശരണം ശിവരൂപേ മമ ശരണം ശരണം ശക്തിരൂപേ മമ ശരണം ശരണം ഹര ഹര ശങ്കര ജയ. ത്രേതായുഗത്തിൽ നടന്ന രാമായണത്തിൽ ശ്രീരാമൻ്റെയും 3 ഇളയ സഹോദരന്മാരുടെയും വിവാഹത്തിന് വസിഷ്ഠനും വിശ്വാമിത്രനും ശതാനന്ദനും ചേർന്ന് ശുഭമുഹൂർത്തം നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത്. ജാതക പൊരുത്തം ഒരിക്കലും നോക്കിയിട്ടില്ലായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ജാതക പൊരുത്തം നോക്കിയിട്ടേ ഇല്ല. മുഹൂർത്തം നിശ്ചയം ചെയ്തിട്ടുണ്ട്, നല്ല മുഹൂർത്തം. അതേപോലെ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ 8 സ്ത്രീകളെ, രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി, മിത്രവിന്ദ തുടങ്ങി എല്ലാം എഴുതിയിട്ടുണ്ട്. വിവാഹം കഴിച്ചപ്പോഴും ജാതക പൊരുത്തം നോക്കിയതായി എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. ഇല്ല. ഭഗവാൻ സമയവും തക്കോ നോക്കിയിട്ടേ ഉള്ളൂ. അതോട്ട് മുഹൂർത്തവും ബാക്കി പറയണ്ടല്ലോ. ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് മുഹൂർത്ത നിശ്ചയമൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴാ തരപ്പെടുത്താൻ പറ്റുക അപ്പം പോയി സ്പീഡിൽ അങ്ങോട്ട് പോയി കാര്യങ്ങൾ നിർവഹിച്ചു പോന്നു, അത്രയേ ഉള്ളൂ. കലിയുഗത്തിൽ ആരാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത്? ജാതകപ്പൊരുത്തം നോക്കി മാത്രം വിവാഹം നടത്തുന്ന ആചാരം കേരളത്തിൽ എങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നത്? ഇതിൻ്റെ പ്രത്യാഘാത നിമിത്തം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ യുവാക്കളുടെ വിവാഹം അനിശ്ചിതമായി നീണ്ടുപോകുന്നു. അവരുടെ പ്രായം കൂടിപ്പോകുന്നു. അതുകൊണ്ട് ഹിന്ദു ജനസംഖ്യ കുറഞ്ഞ് ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഇതര മതസ്ഥരുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. വലിയൊരു സാമൂഹ്യ വിപത്തിലേക്കല്ലേ ഹിന്ദു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ പ്രശ്നം എങ്ങനെ നേരിടാം? എന്താണ് പരിഹാര മാർഗം? സ്വാമിജിയുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആർക്ക് വേണം തോന്നുന്നുണ്ടോ നിങ്ങൾ ചെയ്തോളൂ. ആർക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ഒന്ന് പറയാം, കേരളത്തിൽ വലിയൊരു വിപത്തായിട്ടാണ് ഇന്ന് ഇത് മാറിയിട്ടുള്ളത്. നമ്മൾക്ക് തന്നെ 100 കണക്കിന് ചെറുപ്പക്കാരെ അറിയാം. അവർ 10, 500, 600 സ്ഥലത്തൊക്കെ പെണ്ണ് കാണാൻ പോയിട്ടുള്ള ആൾക്കാരാ. ശരിയാവണില്ല. എന്താ? ചൊവ്വാദോഷം, ബുധൻ ദോഷം, വ്യാഴം ദോഷം, വെള്ളി ദോഷം, ശനി ദോഷം, ഞായർ ദോഷം, തിങ്കൾ ദോഷം. ശുദ്ധജാതകം, അശുദ്ധജാതകം. നമ്മളൊരു ജീവിതക്രമം വളരെ തിരക്കിട്ടൊരു കുറേ കാലമായിട്ട് 5 മിനിറ്റ് പോലും സ്വസ്ഥമായിട്ട് സമയം കിട്ടാറില്ല. അത്രയൊരു തിരക്കിട്ട ജീവിതം. അപ്പോൾ കുറച്ച് കാലമായി അങ്ങനെ. എന്നാലും എന്ത് തിരക്കാണെങ്കിലും അതിനിടയ്ക്ക് സമയമുണ്ടാക്കിയിട്ട് ചില വിനോദങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇല്ലയെന്ന് പറയരുത്. ഒന്ന്, മറിമായം കാണും. അത് കാണും, എവിടുന്നെങ്കിലും കണ്ടിരിക്കും. ഈ മഴവിൽ മനോരമയിൽ വരുന്നതാണ്. അത് മഴവിൽ മനോരമയൊന്നും കാണാറില്ല, യൂട്യൂബിൽ പോയിട്ടാണ് അത് കാണാറ്. കാണും, എവിടുന്നെങ്കിലും കണ്ടിരിക്കും. അതിൽ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. അതെ, വലിയ ഇഷ്ടമാണ്. കാരണം ഒരു അശ്ലീലവും ഇല്ലാതെ ഇത്ര നല്ല സാമൂഹ്യ വിമർശനം, ഇത്ര നിലവാരമുള്ള അഭിനയം, സംവിധാനം എല്ലാം തികഞ്ഞതാണ്. അതാണ് ഒരു വിനോദം. രണ്ടാമത്തത്, ഈ പത്രങ്ങളിൽ വിവാഹ പരസ്യങ്ങൾ വായിക്കുക. സ്വാമിക്ക് എന്താ കല്യാണത്തിനുള്ള വല്ല പരിപാടി ഉണ്ടോ? ഇനിയിപ്പോൾ എന്ത് കല്യാണത്തിനുള്ള പരിപാടി ഉണ്ടാവാന? പിന്നെ അത് വായിക്കാൻ ഒരു സുഖ. 46 വയസ്സുള്ള നായർ സുന്ദരിക്ക്, 48 വയസ്സുള്ള ഈഴവ സുന്ദരിക്ക് വിവാഹാലോചന ക്ഷണിക്കുകയാണ്. മറ്റു നിബന്ധനകളൊന്നുമില്ല. അപ്പം ഞാൻ മനസ്സ് ചോദിക്കും, എൻ്റെ സുന്ദരി, നീ 48 വയസ്സ് വരെ എങ്ങനെ കല്യാണം കഴിയാണ്ടിരുന്നു? അന്ന് നിബന്ധന വെച്ചു, എന്ന ജാതകം. എന്നിട്ട് 48 വയസ്സായപ്പോൾ നിബന്ധനകളൊന്നുമില്ല. ആദ്യം കണ്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നാൽ അപ്പോൾ 4 കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. ഇത് വലിയ സങ്കടമാണെന്നേ. ഇത് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് രാമൻ നോക്കിയിട്ടില്ല, കൃഷ്ണൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നോക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. നോക്കേണ്ടവർക്ക് നോക്കാം, നോക്കണ്ടാത്തവർക്ക് നോക്കണ്ട. യുക്തിയും ശാസ്ത്രബോധവും നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. പക്ഷേ
ആരാലും ചൂഷണം ചെയ്യപ്പെടരുത്. അതിനുള്ള അവബോധം നമുക്ക് വേണം. ഗോമാംസം നിഷിദ്ധമാകുന്നതുപോലെ എരുമാപോത്ത് എന്നിവയുടെ മാംസം കഴിക്കുന്നത് സനാതനധർമാശയങ്ങൾക്ക് വിരുദ്ധമാണോ? ഈ സനാതനധർമാശയങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നിരത്തിവടിയാണിപ്പോൾ അത്. സനാതനധർമ്മത്തിനനുസരിച്ച് മാംസം കഴിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയാ പറഞ്ഞേ? അങ്ങനെയാവുമ്പോൾ നമ്മൾ രാമനെയൊക്കെ സനാതനധർമ്മത്തിന് പുറത്താക്കണം, ശ്രീരാമനെയൊക്കെ സനാതനധർമ്മത്തിന് പുറത്താക്കണം. അവരൊക്കെ മഹിഷം കാട്ടുപോത്തിനൊക്കെ അടിച്ചു മാറിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ ഒരു പൂജകൻ ക്ഷേത്രത്തിൽ പോവാണ് പൂജ ചെയ്യാൻ വിചാരിച്ചോളൂ. ഇപ്പോൾ കയ്യിലൊരു പൊതിയിൽ മത്സ്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു പൊതിയിൽ മത്സ്യമുണ്ട്. അയാൾ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് കയ്യും കാലും മുഖം കഴുകി അകത്ത് പോയി മണിയടിച്ച് അകത്ത് പോയി പൂജ ചെയ്ത് തിരിച്ചു വന്ന് ആ മത്സ്യം എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്ന കണ്ടാൽ ഒരു മലയാളിക്കത് ഒട്ടും രുചിക്കില്ല. എന്നാൽ ബംഗാളിലോ? ബംഗാളിൽ അങ്ങനെ ചെയ്യും. അവിടെ മത്സ്യം ക്ഷേത്രത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് പോയി പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് മത്സ്യം കൊണ്ടുപോയി. അപ്പം എന്താ ഒരു സനാതനമല്ലേ? അപ്പോൾ സനാതനമല്ലേ? വെറും പച്ചക്കറി മാത്രമേ ഉള്ളോ സനാതനധർമ്മം? അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. പശുവെ ഭക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വയ്യ. എന്താ കാരണം? അത് നമ്മുടെ വളർത്തമ്മയാണ്. എത്ര കാലം നമ്മൾ അമ്മയിൽ നിന്ന് പാല് കുടിച്ചിട്ടുണ്ട്? ചുരുങ്ങിയ കാലം ഉണ്ടാവും. ഇനി കുറേ കാലം പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ കാലം പാല് കുടിച്ചവരുണ്ടാവും. എന്നാലും നമുക്കൊക്കെ ഇടയ്ക്ക് ഈ ചടങ്ങ് തന്നെയുണ്ട്. 28ാം ദിവസം പാല് കൊടുക്കൽ. അപ്പോൾ അത് ഗോവിൻ്റെ പാലാണ് കാച്ചി കൊടുക്കണത്. പിന്നെ ഒരു 6-ാം മാസമൊക്കെ കഴിഞ്ഞാൽ വേറെ ഭക്ഷണങ്ങളായി, ഗോവിൻ്റെ പാലായി, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ. അപ്പം ആ സമയത്തൊക്കെ നമ്മളെ പാല് തന്ന് വളർത്തിയത് ആരാ? പശുവാണ്. പശുവിൻ്റെ പാലേ മനുഷ്യ കുട്ടിക്ക് യോജിക്കും. ഇതിപ്പോൾ എന്തുണ്ടായി വെച്ചാൽ മധ്യകാലഘട്ടത്തിൽ അതിപ്രാധാന്യേന പ്രചരിച്ച ബൗദ്ധം, ഏകദേശം ഒരു 6 നൂറ്റാണ്ട് 5 നൂറ്റാണ്ട് മുമ്പ് മുതൽ വളരെ പ്രചരിച്ച വൈഷ്ണവ മതം, ഇവയുടെ അതിപ്രസരത്താൽ ഒരു തരം ഇതൊന്നുമല്ല, പച്ചക്കറി മാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു ധാരണ വ്യാപിച്ചു. ഇപ്പോൾ സാത്വികവും രാജസികവും താമസികവും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഗോവിനെ ഭക്ഷിക്കുക എന്നുള്ളത്. പാല്, മോര്, തൈര്, വെണ്ണ, നെയ്യ്. നോൺ വെജിറ്റേറിയനാണോ വെജിറ്റേറിയനാണോ? എന്താ കേൾക്കില്ല? അത് നോൺ വെജിറ്റേറിയനാണ്. സസ്യാഹാരത്തെ കൂട്ടില്ല. നമ്മൾ കൂട്ടൽ എന്താണെന്ന് വെച്ചാൽ സസ്യാഹാരത്തെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. ആരാ കൂട്ടിയേ? അങ്ങനെയാണെങ്കിൽ ഭാരതത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ സസ്യാഹാരത്തിൽ മുട്ട ഉണ്ട്. വെജിറ്റേറിയനിൽ പെട്ടതാണ് മുട്ട. അപ്പം നമ്മൾ പ്രത്യേകിച്ച് എന്ത് പറയണം? എഗ്ലെസ് വെജിറ്റേറിയൻ എന്ന് പറയണം വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ. അല്ലെങ്കിൽ മുട്ട ഉണ്ടാവും. ചില രാജ്യങ്ങളിൽ വെജിറ്റേറിയനിൽ മത്സ്യം ചേർക്കും. ചില രാജ്യങ്ങളിൽ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ മത്സ്യം ചേർക്കും. എനിക്ക് പറ്റിയിട്ടുണ്ട്. കഴിച്ചിട്ടില്ല. പ്യുവർ വെജിറ്റേറിയൻ. അതിനാണ് ഈ സാധനം ഇവിടെ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സാധനം തലയിലായിട്ട് വെച്ചാൽ മതിയായിരുന്നു. മൂക്ക് ഭഗവാൻ്റെ ഈ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ എൻജിനീയർ ഏറ്റവും നല്ലത് ഇവിടെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ, തലേൻ്റെ മുകളിൽ. എന്നാൽ എന്താ വെച്ചാൽ തലമുടി കൊണ്ടൊരു കവറിങ് ആയി കഴിഞ്ഞാൽ ഒക്കെ അരിച്ച് നല്ല എല്ലാം അരിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ എന്തിനാ ഇവിടെ വെച്ച സ്ഥലം തെറ്റിയോ? ഇല്ല, ഇതാണ് ശരിയായ സ്ഥലം. കാരണം ഇവൻ മണത്തിട്ട് അംഗീകരിച്ചാലേ കഴിക്കാൻ
പാടുള്ളൂ. മൂക്ക് അംഗീകരിച്ചാലേ വായ കൊണ്ട് കഴിക്കാൻ പാടുള്ളൂ. എന്തോ അംഗീകരിച്ചില്ല. അപ്പം വിളിച്ചു, സപ്ലയറോട് വിളിച്ച് അന്വേഷിച്ചു, ഇതിൽ മത്സ്യം ഉണ്ടോ? ഉണ്ട്. അപ്പം നിങ്ങളിതേ വെയിറ്റ്, വെയിറ്ററിനാണല്ലോ, എന്താ കുഴപ്പം? അപ്പോൾ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വിവിധ രാജ്യങ്ങൾ, നമ്മൾ പല രാജ്യങ്ങളിൽ സഞ്ചരിക്കും, അന്നേരം മനസ്സിലാവും. മിക്ക സ്ഥലത്തും മുട്ട വെയിറ്ററിൽ പെട്ടതാ. മുട്ട വെയിറ്ററിനാ അല്ല, പാല് വെയിറ്ററിനാ അല്ല. അപ്പോഴാരും പറഞ്ഞു, സ്വാമി പശു പുല്ല് മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ട് പശു വെജിറ്റേറിയനാണ്. പശു വെജിറ്റേറിയനാണ്. പശുവിൽ നിന്നുണ്ടാവണ വെയിറ്റ് അങ്ങനെയാണെന്ന് വെച്ചാൽ മുയൽ പുല്ല് മാത്രമേ കഴിക്കുള്ളൂ, മുയലിൻ്റെ ഇറച്ചിയും വെജിറ്റേറിയനാവണ്ടേ, പശുവിൻ്റെ ഇറച്ചിയും വെജിറ്റേറിയനാവണ്ടേ? ജന്തുജന്യമാണെന്നങ്ങ് സമ്മതിച്ചേക്കണം. അല്ലേ? ഈ വെഗാൻസ് ഉണ്ട്, തീവ്ര വെഗാൻസ്, സാമാന്യമായിട്ട് ഉള്ളവരല്ല, വളരെ തീവ്രതയാ. അപ്പോൾ നിങ്ങളിത് ഭാരതത്തിൽ നിന്ന് വന്ന സന്യാസിയായിട്ട് മോരൊക്കെ കൂട്ടണോ? എന്ത് തെറ്റാണത്? നിങ്ങൾക്കൊരു വെജിറ്റേറിയനായിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ വെഗാൻ എന്ന് പറഞ്ഞാൽ തൊടില്ല, പാലുൽപ്പന്നങ്ങൾ തൊടില്ല, അവർ പച്ചക്കറി മാത്രമേ കഴിക്കൂ.